ഫ്യൂഷൻ ഫീഡ് എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ദൃശ്യമാണ് ഇത്. സൈനിക യൂണിഫോമിൽ നിൽക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ, മുഖത്ത് ആത്മവിശ്വാസം, എല്ലാം അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിലപാട്. അന്ന് ആ രാജ്യം ശക്തിയുടെ പ്രതീകമായിരുന്നു. പുറത്തുള്ള ഭീഷണികളും അകത്തുള്ള പ്രശ്നങ്ങളും എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ലോകം വിശ്വസിച്ചു. പക്ഷേ ഒരു വർഷം മാത്രം കഴിഞ്ഞപ്പോൾ 2026 അതേ സമയം. പക്ഷേ ദൃശ്യം പൂർണ്ണമായും മാറി. ആരുമില്ല, ഒരു ശൂന്യത മാത്രം. ഇത് ഒരു സാധാരണ മാറ്റമല്ല, ഒരു വലിയ കഥയുടെ തുടക്കമാണ്. എന്താണ് ആ മാറ്റത്തിന് പിന്നിൽ? ആദ്യം നോക്കേണ്ടത് ആന്തരിക പ്രശ്നങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ ശക്തി പുറത്തുള്ള ആയുധങ്ങളിൽ മാത്രമല്ല, അകത്തെ ഐക്യത്തിലാണ്. അവിടെ ചെറിയ പൊട്ടലുകൾ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രതിഫലം വളരെ വേഗം പുറത്തേക്കു കാണാം. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, ജനങ്ങളുടെ അസന്തോഷം, തീരുമാനങ്ങളിലെ പിഴവുകൾ, ഇവയൊക്കെ കൂടിയാൽ ശക്തമായ ഒരു സംവിധാനവും തളരാൻ തുടങ്ങും. അതിനു പുറമെ അന്തർദേശീയ സമ്മർദ്ദം, മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലുകൾ, സാമ്പത്തിക നിയന്ത്രണങ്ങൾ, സഖ്യങ്ങൾ മാറുന്നത്, ഇതൊക്കെ ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ കാരണമാകാം. 2025 നമുക്ക് കാണുന്ന ആ ആത്മവിശ്വാസം 2026 കാണാനില്ല. കാരണം സാഹചര്യങ്ങൾ മുഴുവനായി മാറി. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ശൂന്യസ്ഥലം മാത്രമല്ല, ഒരു മുന്നറിയിപ്പാണ്. ശക്തി സ്ഥിരമല്ല, സാഹചര്യങ്ങൾ മാറുമ്പോൾ ശക്തിയും മാറും. ചരിത്രം നമുക്ക് പലതവണ ഇത് തെളിയിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിരുന്ന സാമ്രാജ്യങ്ങൾ പോലും ഒരു ഘട്ടത്തിൽ തളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇത് അവസാനമാണോ? അല്ല, ഒരു തകർച്ച പുതിയൊരു തുടക്കത്തിന് കാരണമാകാം. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു ശൂന്യത വീണ്ടും നിറയുവോ? അല്ലെങ്കിൽ അത് കൂടുതൽ വലിയ മാറ്റങ്ങളുടെ സൂചനയോ? അത് അറിയാൻ നമ്മൾ കാത്തിരിക്കണം. കാരണം ഒരു വർഷത്തിനുള്ളിൽ നടന്ന മാറ്റമാണ്. അടുത്ത വർഷം ഇത് എവിടെയെത്തും എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഒരു ചിത്രം, 2 വർഷം, പക്ഷേ പറയുന്നത് ഒരു വലിയ സത്യമാണ്.